ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്ലം കേക്കിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനുശേഷം 1.5 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അനക്കാതെ വെച്ചിരുന്നാൽ മതി. അത് കഴിയുമ്പോൾ ഇതുപോലെ ഉരുകി വരുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതങ്ങനെ വെച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉരുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. എന്നിട്ട് അവിടെ ഇരുന്ന് അത് ഉരുകി കിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തടി വരുന്ന സ്പൂണിൽ അത് വെച്ച് ഇളക്കിയാൽ പെട്ടെന്ന് സ്പൂണിൽ ഒട്ടിപ്പിടിക്കത്തില്ല. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഉരുകി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പത വരുന്ന ടൈമാണ് അതിൻ്റെ കറക്റ്റ് പഞ്ചസാര ഉരുകിയത്. അത് ഇങ്ങനെ കുറച്ച് നേരം വെച്ചിരുന്ന് ഇങ്ങനെ പത വരുന്നത് പോലെ കാണാം. അതിനുശേഷം ചെറു ചൂടുവെള്ളം 1 കപ്പ് അതിലേക്ക് ഒഴിക്കുക. അത് സൂക്ഷിച്ചൊഴിക്കണേ, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഒഴിക്കുക. അതിനുശേഷം ഒന്ന് തീ കൂട്ടി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് ഉരുക്കിയെടുക്കുക. കട്ട പോലെ കിടക്കും, പക്ഷെ കുഴപ്പമില്ല. ഇതുപോലെ തിളച്ച് നല്ല ഉരുകി ഇതുപോലെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കറുത്ത മുന്തിരി, വെളുത്ത മുന്തിരി, ചെറി, ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്, ടൂട്ടി ഫ്രൂട്ടി, ഓറഞ്ച് പീൽ ഇതെല്ലാം ഇട്ട് കൊടുക്കും. നട്ട്സ് ഇപ്പോൾ ഇടാറില്ല. ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്താണ് മൈദയിൽ കോട്ട് ചെയ്ത് ആ സമയത്താണ് നട്ട്സും ഇടാറുള്ളത്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതിലേക്ക് ഇടാറുണ്ട്. എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ കൂട്ടി വയ്ക്കുക. നന്നായി ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാനൊരു 4 ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഒരു 4 ഓറഞ്ചിൻ്റെ അല്ലികൾ അടർത്തിയിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമിയതാണ്. അതിൻ്റെ കുരു അകപ്പെടാതെ സൂക്ഷിക്കണേ, എങ്കിൽ കയ്പ്പ് വരും. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ പീലും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ജാമും 1 ടീസ്പൂൺ നെയ്യ്, നമുക്ക് എന്ത് വേണം ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. തേൻ, അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ നമുക്കിതിൽ ആഡ് ചെയ്യാം. അത്രയും നമുക്ക് ആ ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റ് ആയിരിക്കും പ്ലം കേക്കിന്. ഇവയെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇതുപോലെ ഇളക്കി കുറുക്കി വേവിച്ച് എടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത്രയും ലൂസ് വേണം. തണുക്കുമ്പം കുറച്ചുകൂടെ കട്ടിയാകും. അപ്പം നമുക്ക് ഇത് തണുക്കാനാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം തണുത്ത ശേഷം നമുക്ക് എയർ ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.